ഇന്ന് ദിവസം 204. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യേശയ്യ അധ്യായം 28, 29, സെഫാനിയ അധ്യായം 1, 2, സുഭാഷിതങ്ങൾ അധ്യായം 11, 9 മുതൽ 12 വരെ വാക്യങ്ങൾ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 28. സമരിയായിക്ക് താക്കീത്. എഫ്രായിമിലെ മദ്യപന്മാരുടെ ഗർവിഷ്ഠ കിരീടത്തിനും മതോന്മത്തരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിലണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം. ഇതാ, കർത്താവിൻ്റെ കരുത്തനായ യോദ്ധാവ് കിഴക്കൻ കാറ്റുപോലെ, നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുപോലെ, കുലന്തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ. അവനവരെ എഫ്രായിമിലെ നിലത്ത് ഊക്കോടെ വലിച്ചെറിയും. മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും. ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്ത് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ്. അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും. തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും. അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗരകവാടത്തിങ്കൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും. പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത്. പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ചു മതിക്കുന്നു. ലഹരി പിടിച്ച് അവർ ആടിയുലയുന്നു. വീഞ്ഞവരെ വഴിതെറ്റിക്കുന്നു. അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു. ന്യായവിധിയിൽ കാലിടറുന്നു. എല്ലാ മേശകളും ഛർദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല. അവർ പറയുന്നു, ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത്? മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ? ഇത് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും. അവിടുന്ന് ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം. പരീക്ഷണർക്ക് വിശ്രമം നൽകുക, ഇതാണ് വിശ്രമം. എന്നിട്ടും അവർ ശ്രവിച്ചില്ല. അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്ദകരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായിടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവ് ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും. കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും. പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും. പകലും രാത്രിയും അതുണ്ടാകും. അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബയോൻ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. കർഷകൻ്റെ ഉപമ. എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ. വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും നിലമിളക്കി കട്ടുടച്ചുകൊണ്ടിരിക്കുമോ? നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതകൊപ്പ് വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു. അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു. ചതകുപ്പ് മെതിക്കാൻ
മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു. ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ? ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 29. ജെറുസലേമിന് താക്കീതും വാഗ്ദാനവും. അരിയേൽ, അരിയേൽ, ദാവീദ് പാളയമടിച്ച നഗരമേ, നിനക്ക് ദുരിതം. 1 വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ, ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ. ഞാൻ അരിയേലിന് കഷ്ടത വരുത്തും, അവിടെ വിലാപധ്വനി ഉയരും. നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും. ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും, മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും, നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും, പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദമുയരും. ഭൂതത്തിൻ്റേതുപോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും. പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും. നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിര് പോലെയുമായിരിക്കും. എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. ഇടിമുഴക്കത്തോടും ഭൂമികുലുക്കത്തോടും ഭയങ്കരനാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും. അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെയാകും. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശ്രമിക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. വിസ്മയസ്തബ്ധരാകുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ. ഉന്മത്തരാകുവിൻ, എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത്. ആടി നടക്കുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാവരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിൻ്റെ നിശ്വാസമയച്ചു. പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗന്ധത്തിലെ വാക്കുകൾ പോലെയായിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു. വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻകാര്യങ്ങൾ ചെയ്യും. ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാകും. തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചുവെക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു. സൃഷ്ടാവിനെ കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചതെന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ? ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തിങ്കിലിരുന്ന് ശാസിക്കുന്നവനെ കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവർണമാവുകയില്ല. ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും.
തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. സെഫാനിയ അദ്ധ്യായം 1. കർത്താവിൻ്റെ ദിനം. യൂദാ രാജാവും അമ്മോൻ്റെ പുത്രനുമായ ജോസിയായുടെ കാലത്ത് കുഷിയുടെ മകൻ സെഫാനിയായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കുഷി ഗദാലിയായുടെയും ഗദാലിയ അമ്രിയായുടെയും അമറിയ ഹെസക്കിയായുടെയും പുത്രനാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവ്വവും തുടച്ചു മാറ്റും. മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടരെ ഞാൻ തകർക്കും. ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കുമെതിരെ എൻ്റെ കരം നീട്ടും. ബാലിൻ്റെ ഭക്തന്മാരിൽ അവശേഷിച്ചിരിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും. പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും അതേസമയം മിൽക്കോമിൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവേൻ. എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു. തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. അന്ന് വാതിൽപ്പടി ചാടിക്കടക്കുന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ അക്രമത്താലും വഞ്ചനയാലും നിറയ്ക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മത്സ്യകവാടത്തിൽ നിന്ന് ഒരു വിലാപവും നഗരത്തിൻ്റെ പുതിയ ഭാഗത്തു നിന്ന് മുറവിളിയുമുയരും. കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും. മക്തേഷ് നിവാസികളെ പ്രലപിക്കുവേൻ. എല്ലാ വ്യാപാരികളും തിരോധാനം ചെയ്തു. വെള്ളി തൂക്കുന്നവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നതുവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യപ്പെടും. അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും. അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല. കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു. അതിവേഗം അത് അടുത്തു വരുന്നു. കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ്. ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും. ക്രോധത്തിൻ്റെ ദിനമാണത്. കഷ്ടതയുടെയും കഠിന ദുഃഖത്തിൻ്റെയും ദിനം. നാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം. അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും ദിനം. മേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കുമെതിരായി കാഹളനാദവും പോർവിളിയും ഉയരുന്ന ദിനം. ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും. അപ്പോൾ അവർ അന്ധരെപ്പോലെ നടക്കും. എന്തെന്നാൽ അവർ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല. അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും. ഭൂവാസികളെ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. സെഫാനിയ അദ്ധ്യായം 2. അനുതപിക്കുക. ലജ്ജയില്ലാത്ത ജനതയെ പറന്നുപോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടുവിൻ. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. ജനതകൾക്ക് നാശം. ഗാസ നിർജ്ജനമാകും. അഷ്കലോൺ ശൂന്യമാകും. അഷ്ദോദിലെ ജനങ്ങൾ മധ്യാഹ്നത്തിൽ തുരത്തപ്പെടും. എക്രോൺ പിഴുതെറിയപ്പെടും. കടൽ തീരവാസികളെ, കൃത്യജനമേ, നിങ്ങൾക്ക് ദുരിതം. കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ്. ഫിലിസ്ത്യദേശമായ കാനാൻ, ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരമേ, നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലകൾക്കുമുള്ള ഇടമായി തീരും.
കടൽ തീരം യൂദാഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും. അവിടെ അവർ ആടുമാടുകളെ മേയ്ക്കും. അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ഉറങ്ങും. എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. മോവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് മോവാബ് സോദോമിനെ പോലെയും അമോന്യർ ഗൊമോറായെപ്പോലെയും മുൾപടർപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും. എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും. എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൈവശപ്പെടുത്തും. ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം. അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അവർക്ക് ഭീതിതനായിരിക്കും. അവിടുന്ന് ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും. എല്ലാ ജനതകളും താന്താങ്ങളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും. എത്യോപ്യക്കാരെ, നിങ്ങളും എൻ്റെ വാളിനിരയാകും. അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസീറിയയെ നശിപ്പിക്കും. അവിടുന്ന് നിനവയെ ശൂന്യവും മരുഭൂമി പോലെ വരണ്ടതുമാക്കും. അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപറ്റങ്ങൾ മേയും. വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും. കിളിവാതിൽക്കലിരുന്ന് മൂങ്ങകളും വാതിൽപ്പടിയിലിരുന്ന് മലങ്കാക്ക കരയും. അവളുടെ ദേവദാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും. ഞാൻ മാത്രമേയുള്ളൂ, മറ്റാരുമില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ. ഇത് എത്ര ശൂന്യമായി! വന്യമൃഗങ്ങളുടെ സങ്കേതമായി. അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിച്ച് പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും. സുഭാഷിതങ്ങൾ അധ്യായം 11 9 മുതൽ 12 വരെ വാക്യങ്ങൾ. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും. നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു. ദുഷ്ടരുടെ വാക്കുനിമിത്തം അത് അധംപതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു.